പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഏപ്രിൽ മാസം 25-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നന്മയുടെയും അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും ദിനമായി തീരുവാൻ നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 29-ാം വാക്യം. സെയിന്റ് മാത്യു ചാപ്റ്റർ 9 വേഴ്സ് 29 നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ അവരുടെ കണ്ണു തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ വിവിധ തരങ്ങളിലുള്ള വിടുതലുകൾ, അത്ഭുതങ്ങൾ, സൗഖ്യങ്ങൾ നടന്നതായും നേതൃത്വം വഹിച്ചതായും നാം സുവിശേഷ ഭാഗങ്ങളിൽ വായിക്കുന്നു. പ്രത്യേകിച്ച് വിവിധ നിലകളിലുള്ള കുരുടന്മാർക്ക് വിടുതൽ കൊടുത്തതായി നാം പഠിക്കുന്നുണ്ട്. കുരുടന്മാർ വഴിയരികെ ഇരുന്ന് നിലവിളിച്ചു, യേശുവിന്റെ പിന്നാലെ ചെല്ലുന്നു. മാത്രമല്ല, യേശുവിന്റെ അടുക്കലോട്ട് മറ്റുള്ളവർ കൊണ്ടുചെല്ലുന്നു. ഇങ്ങനെ വിവിധ നിലകളിൽ അന്തർക്ക് കർത്താവ് കാഴ്ച നൽകി. അതിൽ ഒരു സംഭവമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന് നിദാനമായിരിക്കുന്നത്. 2 കുരുടന്മാർ യേശുവിന്റെ യാത്രയറിഞ്ഞ് യേശുവിന്റെ പിന്നാലെ പിന്തുടർന്ന് അവർ നിലവിളിച്ചുകൊണ്ട്, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു. എന്നാൽ നാം വചനം വായിക്കുമ്പോൾ യേശു അവിടെ നിന്നതായിട്ടോ അവരുടെ നിലവിളിക്ക് പ്രതികരിച്ചതായിട്ടോ ഒന്നും നാം കാണുന്നില്ല. യേശു നടന്ന് താൻ ഉദ്ദേശിച്ച ഭവനത്തിൽ ചെന്ന് ഇരുന്നു. ആ ഭവനത്തിൽ എത്തുവോളം ഈ കുരുടർ യേശുവിനെ പിന്തുടർന്നു. യേശു ആ ഭവനത്തിൽ ഇരുന്നപ്പോൾ അവരോട് യേശു ഒരു ചോദ്യം ചോദിക്കുന്നു: ഇത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുവാൻ എനിക്ക് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങളുടെ അന്ധത മാറ്റുവാൻ ഞാൻ മതിയായവനാണ് എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുവോ? ഇതാണ് ചോദ്യം. അപ്പോൾ അവർ നിലവിളിച്ച് യേശുവിന്റെ പിന്നാലെ പിന്തുടർന്നപ്പോൾ യേശു അന്നേരം അവരെ പരിഗണിച്ചില്ല എങ്കിലും, അവരോട് പ്രതികരിച്ചില്ല എങ്കിലും, അവരുടെ നിലവിളിയും ആവശ്യവും യേശു അറിഞ്ഞു. അങ്ങനെയാണ് യേശു അവരോട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് അവർ ഏക സ്വരത്തിൽ പറഞ്ഞു: ഉവ്വ് കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് സൗഖ്യം തരാൻ മതിയായവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ മറുപടി യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു അതിന്റെ പ്രതികരണമായി ചെയ്തതാണ് 29-ാം വാക്യമായി ഇന്ന് നാം വായിച്ചു കേട്ട വാഗ്ദത്ത വചനം. യേശു അവരുടെ കണ്ണു തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. യേശു തൊട്ടിട്ട് കണ്ണു തുറക്കട്ടെ, സൗഖ്യം വരട്ടെ, കാഴ്ച കിട്ടട്ടെ, അന്ധത മാറട്ടെ, ഇവയൊന്നുമല്ല പറഞ്ഞത് ഒരു ചെറിയ വാക്കാണ്: നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് ചെയ്തു തരുവാൻ മതിയായവനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന്റെ ആഴവും തോതുമാണ് നിങ്ങളുടെ വിടുതലിന്റെ ഏക കാരണം. നാം വചനം വായിക്കുന്നു, അവർ 2 പേരും പരിപൂർണ സൗഖ്യമുള്ളവരായി മാറി. ഏപ്രിൽ മാസം 25-ാം തീയതി വ്യാഴാഴ്ച അതിരാവിലെ ഈ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. പാടുന്നു,
പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, കൂട്ടായ്മ കൂടുന്നു, സുവിശേഷ വേല ചെയ്യുന്നു, ദശാംശം കൊടുക്കുന്നു, ആത്മീയ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നൽകുന്നു, സഭാ ശുശ്രൂഷകളിൽ നാം ശക്തമായി മുന്നേറുന്നു. ഇവയൊക്കെയുണ്ട്. പക്ഷേ ഈ കുരുടരുടെ കൂട്ട് അന്ധമായി വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, എന്നോടും നിങ്ങളോടും ഈ അതിരാവിലെ യേശു പറയുന്നു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ രണ്ട് കണ്ണും കാഴ്ച പ്രാപിക്കുമോ, അതോ ഒരു കണ്ണ് വീണ്ടും അന്ധതയിൽ തുടരുകയും ഒരു കണ്ണ് മാത്രം കാഴ്ച പ്രാപിക്കുകയും ചെയ്യുമോ? ഇന്ന് രാവിലെ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്, സ്വയം വിലയിരുത്തേണ്ട കാര്യമാണ്. ആത്മീയം പറയുന്നതല്ല, ആത്മീയ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നതല്ല വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും നാട്ടുഭാഷയെ മലയാളത്തിൽ പറഞ്ഞാൽ ഒരു പൊട്ടനെ പോലെ, പൊട്ടിയെ പോലെ സകലവും മറന്ന് വിശ്വസിക്കുവാൻ എപ്പോൾ തയ്യാറാകുമോ അതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ആത്മാവ് കൊണ്ടും പരിചയം കൊണ്ടും അനുഭവം കൊണ്ടും ഒക്കെ കൂട്ടിക്കുഴഞ്ഞു കിടക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ശൃംഖലയാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നാളുകളായി പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ പല വിഷയങ്ങൾക്കും മറുപടിയില്ലാത്ത, പല അവസ്ഥകൾക്കും മാറ്റമില്ലാത്തത്. വിശ്വാസം എന്ന് പറയുന്നത് പ്രസംഗിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും മറ്റുള്ളവരോട് പറയുമ്പോഴും ആരാധനയിൽ സംബന്ധിക്കുമ്പോഴും സാക്ഷ്യം പറയുമ്പോഴും മാത്രം ഉള്ളതല്ല, മറിച്ച് പ്രതിസന്ധിയിൽ, അപ്രതീക്ഷിതമായ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ നട്ടം തിരിയുന്ന അവസ്ഥകളിൽ എന്റെ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന എന്റെ കർത്താവ് എന്നെ ഇതിൽ നിന്ന് വിടുവിക്കുവാൻ മതിയായവനാണെന്ന് ഉറക്കെ ഉറക്കെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പ്രഖ്യാപിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ വിശ്വാസം പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് പൗലോസ് തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ വിളിച്ചു പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് ആരാണ്, എന്റെ വിശ്വാസം എത്രത്തോളം ഉന്നതവും ഉയർന്നതുമാണ് എന്ന് പൗലോസ് തിരിച്ചറിഞ്ഞതുപോലെ ഈ പ്രഭാതത്തിൽ ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നാം ഓരോരുത്തരും വിശ്വാസത്തിന്റെ തോതിൽ ശക്തരായി മുന്നേറണം. ആകയാൽ ഞാനും നിങ്ങളും പ്രാർത്ഥനയോടെ യേശുവിനെ പിൻപറ്റുക, യേശുവിന്റെ പ്രതികരണം വരെ ക്ഷമയോടെ കാത്തിരിക്കുക, നാം കണ്ണുമടച്ച് വിശ്വസിക്കുക. യേശു നമ്മെ തൊടുകയും നമുക്ക് വിടുതലിനുള്ള മാർഗം പറയുകയും ചെയ്യുമ്പോൾ ആ വിടുതൽ ഞാനും നിങ്ങളും പ്രാപിച്ചെടുക്കണം. ആകയാൽ ഈ പ്രഭാതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ മനംനൊന്ത് ഭാരപ്പെട്ട് വേദനയിലോ സങ്കടത്തിലോ ആരെങ്കിലും ആയിരിക്കുന്നവർ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, വിശ്വസിക്കുക, അടിയുറച്ച് വിശ്വസിക്കുക, ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന വിഷയത്തിന് ഒരത്ഭുതം ദൈവം ചെയ്യും. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ, നിങ്ങൾ നേരിടുന്ന നിയമ പോരാട്ട കാര്യത്തിൽ, സാമ്പത്തിക ബാധ്യതയുടെ കാര്യത്തിൽ, ആരോഗ്യ കാര്യത്തിൽ, കുഞ്ഞുങ്ങളുടെ എക്സാമിനേഷൻ റിസൾട്ടിന്റെ കാര്യത്തിൽ, പുതിയ അഡ്മിഷന്റെ കാര്യത്തിൽ, ഭവനത്തിന്റെ കാര്യത്തിൽ, വിസയുടെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അത്ഭുതം നിശ്ചയമായും നടക്കും. അങ്ങനെ ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമാകട്ടെ. യേശു ഈ കുരുടരോട് പറഞ്ഞു, അമർച്ചയായി കൽപ്പിച്ചു, നിങ്ങളത് ആരോടും പറയരുത്. എന്നാൽ അവർ ആ പ്രദേശം മുഴുവനും അവർക്ക് കിട്ടിയ സാക്ഷ്യം, വിടുതൽ പ്രഘോഷിക്കുവാൻ ഇടയായി.
യേശുവിന്റെ ശ്രുതി ആ നാട്ടിലെങ്ങും പരത്തുവാൻ ഇടയായി. അനുഗ്രഹം കിട്ടുമ്പോൾ മൂടിവെക്കുവാനല്ല, മറഞ്ഞിരിക്കുവാനല്ല, ലഭിക്കപ്പെട്ട അനുഗ്രഹം നൽകിയ കർത്താവിനെ മറ്റുള്ളവരോട് സാക്ഷിച്ച് അനേകർ യേശുവിൽ വിശ്വസിച്ച് ഈ ലോകത്തിന്റെ ചില സൗഖ്യങ്ങളും വിടുതലുകളും മാത്രമല്ല, നിത്യരക്ഷയും അതിൽ കൂടെ നിത്യജീവനും പ്രാപിച്ച് യുഗായുഗങ്ങൾ നിത്യരാജ്യത്തിൽ കർത്താവിനോടൊത്ത് വസിപ്പാൻ നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കുരുടന്മാർ തങ്ങളുടെ ആവശ്യം മുൻനിർത്തി യേശുവിനെ പിന്തുടർന്ന് യേശു ഇരുന്ന സ്ഥലം വരെയും യേശുവിന്റെ അടുക്കലെത്തി അവരുടെ വിശ്വാസം അവർ ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ ആ വിശ്വാസം അവരുടെ ജീവിതത്തിൽ എന്നേക്കുള്ള വിടുതലിന് കാരണമായി എന്നും അവർക്ക് ലഭിക്കപ്പെട്ട സൗഖ്യം മറച്ചുവെക്കാതെ മറ്റുള്ളവരോട് സാക്ഷിച്ചു എന്നും ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ആകയാൽ ഞങ്ങളും അടിയുറച്ച് വിശ്വസിച്ച് ഏത് പ്രതികൂലത്തിലും കർത്താവ് ഞങ്ങളെ വിടുവിക്കുവാൻ മതിയായവനാണെന്ന് ഉറക്കെ പറയുവാൻ, ലജ്ജ കൂടാതെ സാക്ഷിപ്പാൻ ഞങ്ങളെ എവിടുന്ന് ഒരുക്കണം. വചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഈ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമാക്കി കൃപയോടെ ഞങ്ങളെ കാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം കേട്ടതുപോലെ കർത്താവിനെ അന്ധമായി വിശ്വസിക്കുക. ഇന്ന് ഞാൻ കടന്നു പോകുന്ന ഏത് പ്രശ്നത്തിനും എന്റെ യേശു പരിഹാരം തരുവാൻ മതിയായവനാണ്. ഉറയ്ക്കുക, പ്രഖ്യാപിക്കുക, വിടുതൽ പ്രാപിച്ചെടുക്കുക. അതെ, ഈ ദിനം നമ്മളുടെ വിടുതലാണ്. അതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ വഴി നടത്തട്ടെ. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് us all.